പ്രശ്നമല്ലേ ഉള്ളൂ. മലപ്പുറത്ത് മങ്കി പോക്സ് രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ആളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി, അല്പം ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണോ? മങ്കി പോക്സും സ്ഥിരീകരിക്കുകയാണോ? ഇപ്പോൾ നിപയുടെ ജാഗ്രതയിലാണല്ലോ മലപ്പുറം ഇതിനകം തന്നെ. സുജിയ, നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിൽ പോലും ഒരു ജാഗ്രതയുടെ സാഹചര്യം നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനം. കാരണം രാജ്യത്ത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ ഇതുപോലെ വിദേശത്ത് നിന്ന് എത്തിയ ഒരാൾക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് ആകമാനം എല്ലാ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ വരുന്നവരെ പ്രത്യേകം ഐസൊലേഷനിലാക്കിക്കൊണ്ട് നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ അവർ ടെസ്റ്റിന് വിധേയമാക്കണമെന്നാണ് കേന്ദ്ര ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ തിങ്കളാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒരാൾക്ക് ഇത്തരത്തിൽ രോഗലക്ഷണം സംശയിക്കുന്നത്. ഇയാൾക്ക് കടുത്ത പനി അനുഭവപ്പെട്ടിരുന്നു. അതിനോടൊപ്പം തന്നെ തൊലിപ്പുറത്ത് വസൂരിക്ക് സമാനമായ അല്ലെങ്കിൽ ചിക്കൻ ബോക്സിന് സമാനമായ രീതിയിലുള്ള പാടുകൾ ശരീരത്തിൽ റിപ്പോർട്ട് കണ്ടെത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് തിങ്കളാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജിൽ OPയിലേക്കാണ് ഇയാൾ സ്കിൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ആദ്യം എത്തുന്നത്. ആ സാഹചര്യത്തിൽ സംശയം തോന്നി ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള വൈറോളജി ലാബിലേക്കാണ് ഇയാളുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. അതിൻ്റെ പരിശോധന ഫലം ലഭിച്ചാൽ മാത്രമേ സ്ഥിരീകരിക്കാനാവൂ. വിദേശത്ത് നിന്ന് എത്തിയ യുവാവ് മലപ്പുറം ഒതായ സ്വദേശിയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കുരങ്ങിൽ നിന്ന് മനുഷ്യരിലേക്കും അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്ന് വീണ്ടും മനുഷ്യരിലേക്കും പകരുന്ന ഒരു രോഗം കൂടിയാണ് മങ്കി പോക്സ്. അതുകൊണ്ട് കൃത്യമായി ജാഗ്രത വേണ്ട ഒരു രോഗം കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അതിന് നടപടി ആരോഗ്യവകുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ ഈ വിഷയത്തിൽ UN അടക്കമുള്ളവർ ലോകത്താകെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 100-ലധികം രാജ്യങ്ങളിൽ എംപോക്സ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം ഡൽഹിയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് പ്രത്യേകം മീറ്റിങ്ങുകൾ വിളിക്കുകയും എല്ലാ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ മലപ്പുറത്ത് നിപ്പയുടെ തൊട്ട് പിന്നാലെ ഒരു എംപോക്സ് സംശയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മങ്കി പോക്സ് സംശയിക്കുന്ന രീതിയിൽ ഒരാൾ കൂടി എത്തിയിരിക്കുന്നു. അയാൾ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വിദേശത്ത് നിന്ന് എത്തിയ യുവാവ് തിങ്കളാഴ്ചയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. രോഗം സ്ഥിരീകരിക്കുന്നതോടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾക്കും ജില്ലാ ആരോഗ്യവകുപ്പ് നേതൃത്വം നൽകും. സുജിയ. ഓക്കെ, വിവരങ്ങൾ നൽകിയത് അഷ്കർ അലി കരിമ്പയാണ്. സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എല്ലായിടത്തും ഇതുപോലെ ജാഗ്രത വേണം എന്ന നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ഇവിടെയും രോഗലക്ഷണങ്ങൾ കണ്ടപ്പോൾ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചത്.